Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. വല്ലം ഫൊറോന പള്ളിയിൽ വേദപാരംഗതയായ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ 2025 ഒക്ടോബർ 23 വ്യാഴാഴ്ച മുതൽ 26 ഞായറാഴ്ച വരെ. 8-ാം 1, 2 തീയതികളിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാളിലേക്ക് എല്ലാ വിശ്വാസികളെയും ക്ഷണിക്കുന്നു. KSRTC ബസ്സുകളിലും സ്റ്റാൻഡുകളിലുമെല്ലാം നടക്കുന്ന പോക്കറ്റടി കേസുകളിലും മോഷണങ്ങളിലും ചില KSRTC ജീവനക്കാരുടെയെങ്കിലും ഒത്താശയുണ്ടാകുമോ? കഴിഞ്ഞ ദിവസം അങ്കമാലി KSRTC സ്റ്റാൻഡിൽ നടന്ന മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇത്തരമൊരു സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. അങ്കമാലിയിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ 66,500 രൂപയാണ് മോഷ്ടിക്കപ്പെട്ടത്. അങ്കമാലി പട്ടണത്തിന്റെ തിലകക്കുറി, നഗരഹൃദയത്തിന്റെ ലാൻഡ്മാർക്ക്, വികസന നേട്ടങ്ങളിലെ പൊൻതൂവൽ, KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിനുള്ള വിശേഷണങ്ങൾ ഏറെയാണ്. എന്നാൽ ഇതിനപ്പുറം സാധാരണക്കാർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, എന്നാൽ ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം അറിയാവുന്ന ചില സുഖകരമല്ലാത്ത വിശേഷണങ്ങളും അങ്കമാലി KSRTC സ്റ്റാൻഡിനുണ്ട്. സന്ധ്യമയങ്ങിയാൽ സ്റ്റാൻഡിന്റെ സ്വഭാവം മാറും. തനി നിറം പതുക്കെ പുറത്തുവരും. പിന്നെ മോഷ്ടാക്കളും പിടിച്ചുപറിക്കാരും ലഹരി സംഘങ്ങളും സെക്സ് റാക്കറ്റുകളും ഒക്കെയാണ് സ്റ്റാൻഡിലെ കാരണവന്മാർ. KSRTCയിൽ ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന അപൂർവം ചിലരും ഈ സംഘങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നുണ്ടോ എന്ന സംശയമാണ് ഈ മോഷണ ദൃശ്യങ്ങൾ ജനിപ്പിക്കുന്നത്. ഒക്ടോബർ 5 ഞായറാഴ്ച, സമയം വൈകിട്ട് 7:30. അങ്കമാലി സംഗീത സിൽക്സിൽ ജോലി ചെയ്യുന്ന കൊരട്ടി ചിറങ്ങര സ്വദേശിനി രാധ അന്നത്തെ പണി കഴിഞ്ഞ് KSRTC സ്റ്റാൻഡിലേക്ക്. ചാലക്കുടി ഭാഗത്തേക്കുള്ള ബസ് നിർത്തുന്നിടത്ത് കുറെ നേരം കാത്തുനിന്നു. ഇതിനിടെ ഒരു പരിചയക്കാരിയെ കണ്ട് അവരുടെ അടുത്തേക്ക് നീങ്ങി അല്പനേരം സംസാരിക്കുകയും ചെയ്തു. ചുറ്റിലും കുറെ പേർ ഉണ്ടായിരുന്നുവെങ്കിലും ബസ്സിനായുള്ള കാത്തുനിൽപ്പിനിടെ അത് ഗൗനിച്ചില്ല. ഇതിനിടെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് ബാഗ് തുറക്കാൻ നോക്കുമ്പോഴാണ് ബാഗിന്റെ സിബ് തുറന്നു കിടക്കുന്നത് കാണുന്നത്. ബാഗിൽ സൂക്ഷിച്ചിരുന്ന 66,500 രൂപയും കാണുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഷോപ്പിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ KSRTC സ്റ്റാൻഡിൽ നിന്നാണ് ബസ് കയറി എൻ്റെ വീട്ടിലേക്ക് പോണത്. അപ്പോൾ അവിടെ കുറച്ചു നേരം നിൽക്കേണ്ടതായിട്ട് വന്നു ബസ് വരാനായിട്ട്. അപ്പോൾ അവിടെ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ സ്റ്റാൻഡിലേക്ക് കുറച്ചുകൂടി ഇറങ്ങി നിന്നായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. ആ ഫോൺ എടുക്കാൻ നേരത്തെ നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ബാഗ് തുറന്നു കിടക്കാണ്. തുറന്നിടുമ്പോൾ ഉണ്ടായിരുന്ന പൈസ നഷ്ടപ്പെട്ടു. 66,500 രൂപ ഉണ്ടായിരുന്നു അതിൽ. അത് എൻ്റെ പൈസയല്ല, എൻ്റെ ഫ്രണ്ടിന്റെ ചിട്ടി വിളിച്ച പൈസയാണ്. അത് എൻ്റെ ബാഗിൽ നിന്നും ആരോ എടുത്തേച്ച് പോയി. അപ്പൊ ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. പിന്നെ CCTV കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് KSRTC സ്റ്റാൻഡിൽ നിന്നാണ് നഷ്ടപ്പെട്ടത്. അവിടെ വെച്ച് എൻ്റെ ബാക്കിൽ നിന്നും ഒരു ലേഡി വന്ന് എടുക്കണതാണ് കണ്ടത് CCTVയിൽ. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു വണ്ണം കുറഞ്ഞിട്ട് ബ്ലൂ കളർ സാരിയും ബ്ലാക്ക് ബ്ലൗസും ഇട്ട് ചേച്ചി എടുക്കണതായിട്ടാണ്, എൻ്റെ ബാഗിൽ നിന്ന് എടുക്കണതായിട്ടാണ് കണ്ടത് CCTVയിൽ. അതിന് അവര് പൈസ എടുക്കണതിലേക്ക് മുമ്പ് ആ ബസ്സിലെ കണ്ടക്ടറായിട്ട് സംസാരിക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പൈസ എടുത്തു കഴിഞ്ഞിട്ട് അവരെന്തോ കണ്ടക്ടർക്ക് കൊടുക്കുകയും പിന്നെ അവര് വീണ്ടും കുറെ നേരം സംസാരിക്കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല ഈ പൈസ എടുത്തത് അവരാന്നുള്ളത്. പിന്നെ CCTV കണ്ടപ്പോഴാണ് ക്ലിയർ ആയത്. തിരുവനന്തപുരം ഡിപ്പോയിലെ രതീഷ് എന്ന് പറഞ്ഞ കണ്ടക്ടറോടാണ് ആ ചേച്ചി സംസാരിക്കുന്നത് കണ്ടത്. പൈസ എടുത്തതിന് ശേഷം അവർ തമ്മിൽ സംസാരിക്കണ്ടായിരുന്നു, കുറെ നേരം സംസാരിക്കണ്ടായിരുന്നു. പൈസ എടുത്ത് അയാൾ പൈസ എടുക്കണേക്ക് മുമ്പ് ഈ ചേച്ചിനെ വന്ന് വിളിക്കുന്നുണ്ട്. വിളിച്ചു കഴിഞ്ഞിട്ട് ഈ ചേച്ചി അപ്പൊ പോണില്ല. ആ ചേച്ചി എന്റെ ചുറ്റും കിടന്ന് മാറുകയായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല അത്. അപ്പൊ അത് കഴിഞ്ഞ ആ ചേച്ചി പൈസ എടുത്തിട്ട് കയ്യിൽ പിടിച്ചോണ്ട് പോയി അയാളുടെ അടുത്ത് ചെന്ന് കുറെ നേരം സംസാരിച്ചു. പൈസ കൊടുത്തു, അത് എന്തോ കൊടുക്കണുണ്ട്. അങ്ങനെയാണ് CCTVയിൽ ഞങ്ങൾ കണ്ടത്. പണം തുണിക്കടയിൽ ഉണ്ടാകുമോ എന്ന് സംശയിച്ച് ഓടിച്ചെന്ന് കടയിൽ പരിശോധിച്ചുവെങ്കിലും കിട്ടിയില്ല. ഉടനെ അങ്കമാലി പോലീസ് സ്റ്റേഷനിലെത്തി പരാതിപ്പെട്ടു.
നോക്കാം എന്ന പതിവ് മറുപടി കേട്ട് രാധ വീണ്ടും ബസ് സ്റ്റാൻഡിലേക്ക്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ജീവനക്കാരില്ല എന്ന് പറഞ്ഞ് സ്റ്റേഷൻ മാസ്റ്റർ കൈ കഴുകി. പലവട്ടം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് സ്റ്റേഷൻ SI പ്രദീപ് KSRTC അധികൃതരോട് CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടത്. ഈ ദൃശ്യങ്ങളിലാണ് അപ്രതീക്ഷിതമായി ഒരു KSRTC കണ്ടക്ടർ ഉപനായകനായി എത്തുന്നത്. അല്ല ഫോൺ വിളിക്കണ ചേച്ചിയല്ലേ? ആ ചേച്ചിയാ? മോഷണം നടത്തിയ സ്ത്രീ ഇരിങ്ങാലക്കുട ബസ്സിൽ നിന്ന് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ മുതൽ കണ്ടക്ടറുമായി അടുത്തിടപഴകുന്നതായാണ് മനസ്സിലാകുന്നത്. രാധയുടെ അടുത്ത് സ്ത്രീ നിൽക്കുമ്പോഴും 7:52 രാധയുടെ ബാഗിൽ നിന്ന് ഇവർ പണമെടുക്കുമ്പോഴുമെല്ലാം ദൃശ്യങ്ങളിൽ ഈ കണ്ടക്ടറെയും കാണാം. ഇതിനിടെ ഭാഷയിലോ ആംഗ്യരൂപേണയോ ഇവർ തമ്മിൽ ആശയവിനിമയം നടത്തുന്നതും വ്യക്തമാണ്. തിരുവനന്തപുരം ഡിപ്പോയിലെ ഈ കണ്ടക്ടറെ അങ്കമാലി പോലീസ് തിരിച്ചറിഞ്ഞുവെങ്കിലും മോഷണം സംബന്ധിച്ച് തനിക്കൊന്നും അറിയില്ലെന്നാണ് ഇയാൾ പറഞ്ഞതായി വിവരം ലഭിക്കുന്നത്. തന്റേതല്ലാത്ത മറ്റൊരാളുടെ ചിട്ടിപ്പണം ഇനി എങ്ങനെ തിരികെ നൽകുമെന്നറിയാതെ വിങ്ങിപ്പൊട്ടുകയാണ് രാധ. എനിക്കിത് ചിട്ടി വിളിച്ച് എന്റെ പൈസയല്ല, ഇത് പൈസ എന്റെ കൂട്ടുകാരത്തിയുടെ പൈസയാണ്. ഇപ്പൊ ഞാൻ ഈ പൈസ ഉണ്ടാക്കി കൊടുക്കണം. 66,500 രൂപ ഞാൻ അവർക്ക് കൊടുക്കണം. അവര് 2 ആഴ്ചത്തെ സമയമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനിവിടെ അങ്കമാലിയില് സംഗീത സിൽക്സിൽ വർക്ക് ചെയ്യണതാണ്. എന്റെ കയ്യിൽ വേറെ ഒരു മാർഗവും. ഇത് ആരെങ്കിലും ഒക്കെ ഇത് കണ്ട് ആ ചേച്ചീനെ അറിയണവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം. പണം മോഷ്ടിച്ച സ്ത്രീ മോഷണം തൊഴിലാക്കിയ വിദഗ്ധയാണെന്ന് ഉറപ്പാണ്. അങ്കമാലി, കൊരട്ടി, ഇരിങ്ങാലക്കുട ഭാഗങ്ങളിലായിരിക്കണം ഇവരുടെ തട്ടകം. ഈ സ്ത്രീയെ അറിയാവുന്നവർ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കണം. അങ്കമാലി പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുകയും വേണം. ദൃശ്യങ്ങളിലെ കണ്ടക്ടർ തനിക്കറിയില്ലെന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ ഇത് പൂർണ്ണമായും വിശ്വസിക്കാനാകില്ല. ശക്തമായ അന്വേഷണമുണ്ടാകണം. കണ്ടക്ടർ ഈ മോഷണത്തിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ ഇത് KSRTCക്ക് തന്നെ അപമാനകരമാണ്. വകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ട് കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വല്ലം ഫൊറോന പള്ളിയിൽ വേദപാരംഗതയായ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ 2025 ഒക്ടോബർ 23 വ്യാഴാഴ്ച മുതൽ 26 ഞായറാഴ്ച വരെ. 23 വ്യാഴാഴ്ച പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരിയുടെ നേതൃത്വത്തിൽ കൊടിയേറ്റ്. 24 വെള്ളിയാഴ്ച ഓഹരി നെയ്യപ്പം ചുടൽ. 25 രാവിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ. തുടർന്ന് 9:30 മാർ ആന്റണി കരിയിൽ പിതാവിന്റെ നേതൃത്വത്തിൽ ആദ്യാക്ഷരം കുറിക്കുന്നു. 4:30 വിശുദ്ധ കുർബാനയും അങ്ങാടി പ്രദക്ഷിണവും ആകാശവിസ്മയവും. 26 ഞായറാഴ്ച രാവിലെ 10 തിരുനാൾ കുർബാന. ശേഷം അങ്ങാടി പ്രദക്ഷിണം. വൈകിട്ട് 4 ആവിലാസ്പർശം. പള്ളി ചുറ്റി പ്രദക്ഷിണം.
രാത്രി 8-ന് മെഗാ ഫ്യൂഷൻ, 8-ാം 1, 2 തീയതികളിൽ. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാളിലേക്ക് എല്ലാ വിശ്വാസികളെയും ക്ഷണിക്കുന്നു. ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. MV Jacko Jewelers, Angamali.